ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇതാ ഞങ്ങൾ മമ്പറും ഒക്കെ പോകാനായിട്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും ഇവിടെ വണ്ടിയിൽ കയറിയിരിക്കണ്. മനൂട്ടനില്ല, അവൻ നാളെ എക്സാമാണ് പറഞ്ഞിട്ട് ഓൻ പോന്നിട്ടില്ല. മക്കളെല്ലാവരും ഇവിടെ കയറിയിരിക്കണ്. അച്ചു പറഞ്ഞ കാണില്ല എന്നെ. ഞങ്ങൾ പോവാണ് ഗൈസ് എന്നറ. കേറി കേറിക്കോളൂ. ആട് കേറ്. എന്തേ കൊറേ ദിവസം ഉണ്ടിട്ടാ പോവാൻ വേണ്ടി തിരക്കി കൂടുന്നു. എന്നാണ് ഇപ്പോൾ റെഡി ആയത്, തെറ്റായത്. നമ്മൾ ഏകദേശം മമ്പുറം എത്താറായിട്ടാ. മമ്പുറത്ത് എളുപ്പം എത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ സൈഡാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇക്കും മക്കളും കൂടി ആണുങ്ങൾ കയറുന്ന പള്ളിയുടെ മുൻഭാഗത്തേക്ക് അങ്ങോട്ട് പോയിക്കണിട്ടാ. അപ്പോൾ ഞാനും അച്ഛനും പൊന്നൂസും കൂടി പെണ്ണുങ്ങൾ കയറുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി. ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ചെരുപ്പൂര് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി. അച്ചൂസിനെ യാറം മൂടി. പിന്നെ അവിടുന്ന് ബർക്കത്തിന് കുറച്ച് അരിയുടെ അത് ബർക്കത്തിന് തന്ന് അതും വാങ്ങി നമ്മളോട് പോകുന്നത്. പിന്നെ തേനോ വെളിച്ചെണ്ണയോ ഒക്കെ കൊണ്ടുപോയാൽ അവിടെ മന്ത്രിച്ച് ഒതുക്കി കിട്ടും. പിന്നെ ഞങ്ങൾ എന്താ ഇവിടെ ഒരു വർക്കത്തിലൊരു മണലുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ആ മണലിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറേ കണ്ണില്ലാത്തയും കുറേ ആളുകളുണ്ട്. ഒരാൾക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും കൈയാട്ടിട്ട് നമ്മളെ കയ്യിൽ ചില്ലറയില്ലായിരുന്നു. അപ്പോൾ ഉള്ള ചില്ലറയൊക്കെ എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളതുപോലെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ കാണുമ്പോൾ. കൈകൊണ്ട് വയ്യ, കൈയില്ലാത്തയും കാലില്ലാത്തയും പിന്നെ പെരക്കാരെ വീട്ടിൽ ആരാ നോക്കാത്തവരും ഒക്കെ കുറേ ഉമ്മമാരും ഉപ്പമാരും ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ സങ്കടമാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ ഇതാ ഇവിടുന്ന് കുറച്ച് മണൽ നമ്മളോട് എടുക്കാൻ പറയും കേട്ടോ. ബർക്കത്തിൻ്റെ മണലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു കവർ എടുത്തിട്ട് ഞാനും 2 പിടി മണൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മണൽ എന്തിനാ വെച്ചാൽ നമ്മളിപ്പോൾ വീട് പണി പെട്ടെന്ന് എല്ലാം കാര്യങ്ങൾ ശരിയാവാനും ഒക്കെ ബർക്കത്തിന് വേണ്ടി തരുന്നതാണ്. ഈ സ്ഥലത്തിൽ ഒരു കള്ളിയായി കെട്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കണത് കേട്ടോ, ഈ മണൽ വെച്ചിരിക്കണത്. അപ്പോൾ ബർക്കത്തിന് നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മമ്പുറം തങ്ങളെ ജനാസ കുളിപ്പിച്ച സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മണ്ണൊക്കെ എടുക്കൽ കേട്ടോ. ചെറിയ കുട്ടികൾ മോതിരണ്ടോ ഇവിടെ? അപ്പുറത്തോ? ഇവിടെ ഇല്ല മോതിര. ഇവിടെ മിഠായി അതേ വാങ്ങിക്കോ. ഏത് മിഠായി വേണ്ടി വാങ്ങിക്കോ. തേനെന്തേലാ എടുത്തോ. അങ്ങനെ ഞാനൊരു കുപ്പി തേന് വാങ്ങി. ഇനി അത് മന്ത്രിച്ച് ഉതയ്ക്കാൻ വേണ്ടി മമ്പുറത്തേക്ക് തന്നെ കൊണ്ടുപോകണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ. പിന്നെ കുട്ടികൾക്ക് മോതിരം വേണമെന്നുള്ളൊരു ഉപ്പപ്പാൻ്റെ കടയെടുത്ത് വന്നിട്ട് ഞങ്ങൾ മോതിരമൊക്കെ വാങ്ങി. ഏതാ വണ്ടി? 2 കൊല്ലം എടുത്തോ? എത്ര അലതി എത്ര വില? ഈ മമ്പുറത്തിൻ്റെ ചുറ്റുവട്ടത്ത് അടുത്തായിട്ട് തന്നെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു കടകളാണ് കേട്ടോ. നിറയെ കടകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ എല്ലാവരും വിളിച്ചു ഇങ്ങോട്ട് വരി പറഞ്ഞാൽ ഓരോരുത്തർ വിളിച്ചു കേട്ടോ. അപ്പോൾ ഏത് കടയൊക്കെ നമുക്ക് കയറുക എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്.
ചുറ്റും കടകളാണ് കേട്ടോ. അപ്പം മക്കളായിട്ടൊക്കെ ചെല്ലുമ്പോൾ മക്കൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ പൂതിയാണ്. അത്യാവശ്യം പാകത്തെ നോർമൽ റേറ്റിലാണ് സാധനങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ അച്ചൂസിനും പൊന്നൂസിനും ഓരോ മോതിരം വാങ്ങിക്കൊടുത്ത് പിന്നെ അവർക്ക് കണ്ട കളിസാമാനങ്ങൾ മൊത്തം അവർക്ക് വാങ്ങണം കേട്ടോ. അത് വാങ്ങിത്തരി ഇത് വാങ്ങിത്തരി എന്ന് വെത്താറ് നടക്കുകയാണ്. ഇവർക്ക് പാവക്കുട്ടിയാണ് വേണ്ടത്. മാല എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. മാലകള്. അപ്പൊ എത്ര രൂപയ്ക്ക് സാധനം വാങ്ങിപ്പോ ഇങ്ങനത്തെ ഓർക്ക് ഓരോന്ന് ഇങ്ങനെ വാങ്ങണം. ആ നമ്മളവിടുന്ന് വാങ്ങിയില്ലേ? ഈ മാലകൾ എന്താ വരത്? ഇത് 200-ൻ്റെ ആണ്. പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു താത്താനെ പരിചയപ്പെട്ടതാണ് കേട്ടാ. താത്താൻ്റെ പേരോടെ അങ്ങനെ ഞാൻ ഇക്കാനെ കാത്തിങ്ങനെ ഇരിക്കുകയെന്ന് കേട്ടോ. അപ്പോൾ ഈ ഉമ്മാനെ പരിചയപ്പെട്ട് നല്ലൊരു ഉമ്മ കേട്ടോ. അപ്പോൾ അതിനോട് വർത്താനങ്ങളൊക്കെ ചോദിച്ച് അതിനും ഇന്നെപ്പോലെ 5 കുട്ടികളാണെന്ന് പറഞ്ഞ് പിന്നെ എന്താ പറയുക എല്ലാ ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. പെരയ്ക്കൊന്നും പോവലില്ല, പെരയില്ല. പിന്നെ അതേപോലെ തന്നെ തീരെ സുഖമില്ല, ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞേക്കണ്. 5 കുട്ടികളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സങ്കടങ്ങളും എണീക്കാൻ വെച്ച വിശക്കുന്നുണ്ട്, ചോറ് തിന്നിട്ടില്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാ. അപ്പം എന്തെങ്കിലും തരീന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് കഴിയണ മാതിരി ഞാൻ ഇതിനും എന്നെക്കൊണ്ട് കഴിയണത് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇനി എന്നാ എന്നെ കാണാൻ, ഇനി എന്നാ ഈ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എന്നെ പറഞ്ഞയച്ചത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടമാണ് കേട്ടോ അവരൊക്കെ കാണുമ്പോൾ. മക്കളും എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോഴേ ഭയങ്കര വിഷമമാണ്. എനിക്ക് എന്നെക്കൊണ്ട് അതൊന്നും കാണാൻ കഴിയൂല കേട്ടോ. അച്ചൂനും പൊന്നൂനും മോതിരം വാങ്ങിയപ്പോൾ കുറുമ്പ് എനിക്കും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, കുറുമ്പ് അടി കുത്തിട്ടുണ്ട്. അപ്പം ഞാനക്ക് മോതിരം വാങ്ങാൻ പോവാണ് കേട്ടാ. അങ്ങനെ ആദ്യമോൻ്റെ മോതിരം നിങ്ങൾക്കും വേണമെന്നുള്ള പരാതി തീർക്കാൻ വേണ്ടി ഞാൻ നേരത്തെ വന്ന വല്യപ്പാൻ്റെ കടയിൽ തന്നെ വന്നിട്ട് അവിടെ വന്നിട്ട് ഓനക്ക് പാകത്തിലൊരു മോതിരം വാങ്ങിക്കൊടുക്കുകയാണ്. അച്ചുവിൻ്റെയും പൊന്നുവിൻ്റെയും മോതിരത്തിന് 10 റുപ്യ ആയിട്ടുള്ളൂ കേട്ടോ. അവൻ്റെ മോതിരത്തിന് 30 എന്നാലും നല്ല രസമുള്ള മോതിരമാണ്. അങ്ങനെ ഞങ്ങൾ മമ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് അയക്ക വണ്ടിയൊക്കെ എടുത്ത് വന്ന് അപ്പോൾ ഞങ്ങൾ കയറി പോരുകയാണ്, മടങ്ങുകയാണ് മമ്പുറത്ത് നിന്നിട്ടാ. അപ്പോൾ കുട്ടികൾക്ക് മുട്ടായിയും അതുപോലെ തന്നെ മുടുമക്കുത്തിയും മാലയും ഒക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മോതിരം ഒക്കെ വാങ്ങി കൊടുത്ത് അങ്ങനെ പെരയ്ക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം പണ്ടൊക്കെ ഈ പാലം കടന്നിട്ടായിരുന്നു മമ്പുറത്തേക്ക് പോയിരുന്നത്. ആ റൂട്ടിൽ ആ വഴി കൂടെ കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ പാലം കടന്നിട്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും മമ്പുറത്തേക്ക് പോണ പാലമാണ് എന്നിട്ട് ആ പള്ളിയൊക്കെ കാണുന്ന അവിടെ. അപ്പം അതിൽ കൂടെ ഇപ്പോൾ വേറെ വഴിയുണ്ട് മമ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ ആദ്യമുള്ള വഴി കൂടെയാണ് ഞങ്ങൾ മടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ആക്കട്ടോ.